സോ ഗൈസ്, ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റോ അല്ലെങ്കിൽ എപ്പിസോഡ് അപ്ഡേറ്റോ ഒന്നുമല്ല. ഈ ബിൻസി അപ്പാനി ശരത് എന്താണ് സ്കീം എന്നുള്ളത് പലരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അറിയാൻ പാടില്ലടി, കാരണം ഞാൻ അവരുടെ മറ്റെന്താ പറയുക മനസാക്ഷി സൂക്ഷിപ്പുകാരനോ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നിരീക്ഷിച്ച് പറയാൻ ആകെ ഉണ്ടായിരുന്ന ഒരു 48 മണിക്കൂറിൻ്റെ കുറച്ച് ക്ലിപ്പാണ്, 2 ദിവസത്തെ ക്ലിപ്സാണ്. അതിനകത്ത് നിന്ന് ഇപ്പോൾ എന്ത് ഉരുൾ തിരിച്ച് പറയാനാന്നുള്ളത് എനിക്കൊരു പിടുത്തവും ഇല്ല. ബട്ട് ലൈവിൽ കണ്ടതും പിന്നെ ബിൻസി എവിക്റ്റായ സമയത്ത് അവരുടെ ഒരു കോൺവെർസേഷൻ, പിന്നെ പുറത്തിറങ്ങിയതിനു ശേഷം ബിൻസി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതിനുശേഷം അപ്പാനി ബിൻസിയെക്കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ഇത്രമാത്രം മറ്റേ സദാചാര ഐറ്റം ആക്കി കൊണ്ടുപോകുന്നത് എന്തിന്? അതായത് അകത്തും ബിഗ് ബോസ് പുറത്തും ബിഗ് ബോസ് എന്നുള്ള സ്കീമിലാണ് സാധനം ഓടിക്കൊണ്ടിരിക്കുന്നത്. ബിൻസി പുറത്തിറങ്ങിയ ശേഷം വളരെ കൂളായിട്ട് അപ്പാനി ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് എയർപോർട്ടിൽ നിന്ന് ബൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബിഗ് ബോസിൻ്റെ തന്നെ ഇൻ്റർവ്യൂ ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ട്. നമ്മുടെ അഞ്ജലി മേനോൻ, ഇഫ് ഐ എം നോട്ട് റോങ്, അഞ്ജലി നമ്പ്യാർ, അങ്ങനെ എന്താണ് അവരുടെ പേര്. ഓക്കെ, നമ്മുടെ മൃണാലിൻ്റെ വൈഫാണ്. അവരൊരു കിടിലൻ ഇൻ്റർവ്യൂ ബിൻസിനെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്തിറങ്ങിയിട്ട്. മറ്റേ കറക്റ്റ് എന്താ പറയുക, ബിഗ് ബോസ് ഫീമെയിൽ വേർഷൻ പോലെ അവരിരുന്നിട്ട് ബിൻസിനെ വറുത്തടിച്ചൊരു ഐറ്റം ഉണ്ടായിരുന്നു. അതിനകത്തും ഈ ചാച്ചൻ അങ്ങനത്തെ ഒക്കെ വിളിയുണ്ടല്ലോ, ബ്രദർലി സാധനം, അതിനെക്കുറിച്ചിട്ടാണ് ബിൻസി ഡിഫൈൻ ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എല്ലാവരും പറയുന്ന ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട്, നാരോ എസ്കേപ്പാണ് അപ്പാനിയാണെങ്കിലും ബിൻസി ആണെന്നുണ്ടെങ്കിൽ. കാരണം എന്താ അറിയോ, ബിഗ് ബോസിനകത്ത് ഇതേപോലെ നമ്മൾ ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻറ്റിനായിട്ട് കുറച്ച് ക്ലോസ് ആയി സംസാരിച്ച് ഇരുന്ന് വർത്താനം പറഞ്ഞ് അതിന് ഏത് ആസ്പെക്റ്റിൽ വേണമെങ്കിലും ആളുകൾക്ക് എടുക്കാം. മനസ്സിലായോ? അത് ഏത് രീതിക്ക് വേണമെങ്കിലും. ഇപ്പോൾ കല്യാണം കഴിഞ്ഞൊരു വ്യക്തി കല്യാണം കഴിയാത്തൊരു ലേഡിയോട് സംസാരിച്ചാലും, ഈ രണ്ട് കല്യാണം കഴിഞ്ഞവരോ കല്യാണം കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിലും, ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ഇരുന്ന് വർത്താനം പറയുക, അല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ അവരുടെ സംസാരം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആളുകൾ പല രീതിയിൽ ഓഡിറ്റ് ചെയ്യും. ഓക്കെ, അതൊക്കെ നമ്മൾ ബിഗ് ബോസിൻ്റെ കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈവൻ ബിഗ് ബോസിൻ്റെ ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ പോലും അവർക്ക് തോന്നിയ രീതിയിൽ ആ സാധനത്തിനൊരു ട്രാക്കാക്കി മാറ്റി പല പല ക്യാമറ ആംഗിൾസ് വെച്ച് പല മാനിപ്പുലേഷൻസും വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ചീഞ്ഞ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇട്ട് ആളുകളിലേക്ക് എത്തിച്ച് അതിൻ്റെ മുകളിൽ ഡിസ്കഷൻ കൊണ്ടുവന്ന് അതിൽ നിന്നും ട്രാക്ഷൻ പിടിക്കുക. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ എല്ലാ സീസണിലും കണ്ടിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൂടുതലായിട്ട് ഇവർ സംസാരിച്ച് ബിൻസിയും അപ്പാനി ശരത്തും കൂടിയുള്ള സംസാരം കണ്ടത് ആ രാത്രിയത്തെ ലൈവിലായിരുന്നു. ഈ സരിക, കലാഭവൻ സരിക, അക്ബർ, ബിൻസി, പിന്നെ അപ്പാനി ശരത്ത്, ഇവരെല്ലാവരും കൂടി ഇരുന്ന ആ ഒരു കോർണറിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വിഷ്വലുണ്ട്. ഞാൻ അവിടെ സൈഡിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഇതും പിന്നെ ബെഡിൻ്റെ മുകളിൽ അവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചപ്പോൾ ഇത്രയും ഞാനും കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇനി ലൈവിനകത്ത് കൂടുതലായിട്ട് ഇത് കണ്ട ആൾക്കാരും അല്ലെങ്കിൽ ഇത് നോട്ട് ചെയ്ത ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഉണ്ടായി കാണും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇതിങ്ങനെ ഭയങ്കരമായിട്ടൊരു ചർച്ച ലൈനിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇനി എന്തുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു എന്നുള്ളൊരു ആസ്പെക്ട് ഞാൻ പറയാം. ബൈ ദ വേ, കുറേ കോമെൻറ്റുകൾ നമ്മുടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ബിൻസി രക്ഷപ്പെട്ടു, മെജോറിറ്റി പറഞ്ഞത് അപ്പാനി ശരത്ത് രക്ഷപ്പെട്ടു, കുടുംബം കലങ്ങാതെ കഴിച്ചില്ലായി എന്നൊക്കെയാണ്. ഇത് പറയാൻ എന്തെങ്കിലും കാരണോ കാര്യമോ? ഇപ്പോൾ ഞാൻ പറയാം, ബിഗ് ബോസിന്റെ പുറത്ത് ഇനി ഇത് ഡിസ്കഷൻ ആണെങ്കിലും അകത്തും ഇത് ഡിസ്കഷൻ ആയിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടായിരിക്കണം പുറത്ത് ഇത് ആളുകളിലേക്ക് കൂടുതലായിട്ട് കണക്ട് ആയത്. ഇപ്പം എല്ലാവർക്കും ഒരു കാര്യം എന്താ പറയുക, ഒരു മെജോറിറ്റിക്ക് കൂടുതലായിട്ട് കണക്ട് ആവുക എന്ന് പറയുമ്പോൾ ദർ ഈസ് സംതിങ് എന്നുള്ളൊരു സംഗതി ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞത് വെരി പേഴ്സണലി എനിക്ക് അതങ്ങനത്തെ ഒരു കണക്ഷനായി തോന്നി. 48 മണിക്കൂറിൽ എന്ത് കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു സംഗതി ഞാൻ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് അതിലൊന്നും തോന്നിയിട്ടില്ല. ഇപ്പം എന്താണെങ്കിലും ഇന്നൊരു ഫൈറ്റിന്റെ ഇടയിൽ പ്രമോ വന്നപ്പോൾ അനുമോൾ ഈ കാര്യം പറയുന്നുണ്ട്. നീ ഒറ്റൊരാൾ കാരണം ഒരു പെണ്ണിനെ പറഞ്ഞു വിട്ടു എന്ന് അനുമോള്. ഓക്കെ, ഇതേ ഐറ്റം തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നലത്തെ എപ്പിസോഡിനകത്ത് രേണു സുധി പിന്നെ നമ്മളെ ശാരിക ഇവർ സംസാരിച്ച സമയത്തും വേറെ ഐറ്റം പറയുന്നുണ്ട്. ശരത്തുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോ ഭയങ്കര കളിയാക്കും. സോ ബിൻസി പോയപ്പോ തന്നെ വീട്ടിനകത്തുള്ള കണ്ടോ എത്ര ആളുകൾക്ക് നിങ്ങൾ ആലോചിക്കണം. അനുമോള് പറയുന്നു, ഇവള് നമ്മളെ രേണുസുതി പറയുന്നു, ഇനി ഷാനവാസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വീട്ടിനകത്ത് ഇത് നോട്ടീസ് ചെയ്തവരുണ്ട്. അവര് വെയിറ്റ് ചെയ്യായിരുന്നു ഇതെങ്ങനെ ബിൽഡാവും, ഇത് എത്രത്തോളം ബിൽഡാവും, ഇവരുടെ ഈ ഒരു കണക്ഷൻ ഏത് രീതിക്ക് പോകും, അത് ഏത് രീതിയിൽ ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് തക്കം പാർത്ത് ഇരുന്ന വീട്ടുകാരുണ്ട് എന്നുള്ളത്
എനിക്ക് ഷാനവാസ് കുറച്ച് കാര്യങ്ങൾ ഗിസൈലിനൊപ്പം ഇരുന്ന് സംസാരിച്ചപ്പോൾ ലൈവിൽ നിന്നിങ്ങനെ പറയുന്നത് കേട്ടു. ഓക്കെ, അതിന് വീഡിയോ എന്താണെങ്കിലും പ്ലേ ചെയ്യാൻ പറ്റില്ല, ഓഡിയോ ഞാനിവിടെ ഷാനവാസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. എനിക്ക് ഷാനവാസ് ആസ് എ പ്ലെയർ എനിക്ക് കൺവിൻസിങ് ആണ്, ആൾ അടിപൊളിയാണ്, നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷേ ഈ കുല ആസ്പെക്ട് നോക്കുമ്പോൾ അനുവിനെ പോലെ തന്നെ ഷാനവാസ് ആണെങ്കിലും അനു ആണെന്നുണ്ടെങ്കിലും ഒരു പ്രോ കുല സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം ചീഞ്ഞ സാധനം എടുത്ത് വെക്കുന്നുണ്ട്. ഒരു കുല ആസ്പെക്ട് വരാം, ഒരാണും പെണ്ണും ഇരുന്ന് വർത്താനം പറയുമ്പോഴത്തേക്കും അതിന് ഇത്രത്തോളം സാധനങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഷാനവാസ് കണ്ടുപിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഷാനവാസിന്റെ ഫേസ് ഈസ് ലൈക്ക്, എനിക്കത് അക്സെപ്റ്റബിൾ അല്ല. എനിക്കതൊരു ഡേഞ്ചറസ് ഫേസ് ആയിട്ട് തോന്നുന്നു. ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിക്ക് അകത്ത് ഇങ്ങനെ ഈ സാധനങ്ങൾ ഇങ്ങനെ ഈ ഒരു മൈക്രോസ്കോപ്പ് വെച്ച് കാണുമോ എന്നുള്ളൊരു ചോദ്യം മാത്രമേ എനിക്കുള്ളൂ. ഓക്കെ, അതർവൈസ് ഈസ് എ ഗുഡ് പ്ലെയർ. ഇവിടുന്ന് യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് കണ്ട പ്രഹസനത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവില്ല. നിങ്ങളൊരു ഭയങ്കരമാണ്. സൂക്ഷിച്ചും കണ്ടും നിന്ന് കഴിഞ്ഞാൽ 72 ക്യാമറ ഉണ്ട് ഇവിടെ. അല്ല, ഞാൻ പറയാം, 72 ക്യാമറ. എന്തെങ്കിലും 71 ഈ 71 ക്യാമറന്റെ മുമ്പിലാണ് ഈ പ്രഹസനം എന്നുള്ളതാണ് ആലോചിച്ച. മനസ്സിലായോ? കളിയും ചിരിയും തമാശയുടെ മാറും. ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഈ ജനങ്ങൾ കണ്ടാലും ഓക്കെ, ഇനി നിങ്ങൾ അതിനകത്ത് കണ്ടാലും ഇവര് തമ്മിലൊരു എന്താ പറയാ, ആ ബിൻസി അപ്പാനി ശരത്തിനെ എന്താ പറയാ വേറെ ഒന്നും വിളിച്ചില്ലല്ലോ. എന്താ വിളിച്ച, അച്ചായിന്നോ? അല്ല, ചാച്ചൻ എന്നല്ലേ വിളിച്ചുള്ളൂ. ചാച്ചൻ മീൻസ് ബ്രദർ, അല്ലെങ്കിൽ ഒരു മൂത്ത എൽഡർ ബ്രദർ, അല്ലെങ്കിൽ അച്ഛനൊക്കെ അല്ലേ ചാച്ചാന്ന് വിളിക്കുക. അങ്ങനെ അച്ഛനൊക്കെയാണ് ചാച്ചാന്ന് വിളിക്കുക. അത് ബിൻസിയെ എന്നുള്ള വിളി അപ്പാനി ശരത്തിൻ്റെത് അവർക്ക് ഭയങ്കര എന്തോ ഫീലിംഗ് ആയി, കാരണം അച്ഛനൊക്കെയാണ് അങ്ങനെ വിളിക്കാറെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത്. എടേ, ഒരു ആണും പെണ്ണും ഇരുന്ന് തോളത്ത് കൈയിട്ടാലോ അല്ലെങ്കിൽ തലയിൽ പോന്ന് ചൊറിഞ്ഞു കൊടുത്താലോ, അതിന് സിറ്റുവേഷൻ അതിനകത്ത് അങ്ങനെയാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കുറേ എണ്ണം, എനിക്കറിയാൻ പാടില്ല ഈ ഷാനവാസിൻ്റെ ഒക്കെ മൈൻഡ് സെറ്റ്. ഇനി ഇങ്ങനെ മൈൻഡ് സെറ്റിൽ വർത്താനം പറഞ്ഞ് ഇത് പുറത്തു പോയി ഇനി ഇതിൽ ഒരു സീരിയൽ ഓഡിയൻസിനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ, ഞാൻ എല്ലാ സീരിയൽ ഓഡിയൻസിനും പറയുന്നില്ല കേട്ടോ, ചില ആളുകൾ ഇത് കണ്ടിട്ട് അയ്യോ എന്താ ആണും പെണ്ണും കാണിക്കണേ, ആ ചെക്കന് പുറത്തൊരു ഭാര്യയും കുട്ടിയൊക്കെ ഉള്ളതല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവസാനം അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇത് അങ്ങനെ കൊണ്ടുപോകാനൊരു കണ്ടന്റ് എന്നുള്ള രീതിക്ക് ഷാനവാസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. എന്താണെങ്കിലും ഷാനവാസ് അല്ലെങ്കിൽ ബാക്കി വീട്ടുകാരായിരുന്നു, രേണുവാണെങ്കിലും ഒക്കെ ഇത് നോട്ട് ചെയ്ത് വെച്ച വീട്ടുകാരുടെ കയ്യിൽ നിന്ന് അപ്പാനിയും ബിൻസി എസ്കേപ്പ് ആയി എന്നേ പറയാനുള്ളൂ. ഓക്കെ, ഇനി അവരതവിടെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് പുറത്തും പറയൂലോ, ഓബിയസ്ലി പുറത്ത് എന്താണെങ്കിലും പറഞ്ഞു കൊടുക്കും. ഇപ്പോഴേ പറയുന്നു. അപ്പൊ പിന്നെ എങ്ങാനും ബിൻസിനെയും ശരത്തിനെയും അവിടെ തന്നെ നമ്മൾ ഇനി ഒരു 1-2 ആഴ്ചയും കൂടി ആയിരുന്നുണ്ടെങ്കിൽ കണ്ടന്റ് പോണ വഴി, അതായത് ഈ സീസണിൽ ഇതുവരെ വരാത്ത ഒരു കോംബോ, അല്ലെങ്കിൽ ആ കോംബോന്റെ എന്ത് കൈൻഡ് ഓഫ് വേരിയൻ നമ്മൾ കാണണം എന്നുള്ളതിനൊക്കെ കുറിച്ചുള്ള ഒരു ഡെഫിനേഷനൊക്കെ ഈവൻ ബിഗ് ബോസും തരുമായിരുന്നു, അവിടുത്തെ കണ്ടസ്റ്റൻസും തരുമായിരുന്നു, പിന്നെ എന്നെ പോലെ റിവ്യൂ ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മളും തരുമായിരുന്നു. അതിലൂടെ മാനിപ്പുലേറ്റഡ് ആയിട്ട് പിന്നെ കമന്റ് ബോക്സ് തെറിവിളി, ഇവരുടെ ജീവിതം കുട്ടിച്ചോറാവും. എങ്ങനെ കുട്ടിച്ചോറാവും എന്നറിയാം. പിന്നെ കുട്ടിച്ചോറാൻ പോകുന്നത് ഇങ്ങനെയാണ്, കണ്ടന്റുകളിലൂടെയും ഈ കമന്റ് ബോക്സിലൂടെയൊക്കെ സാധനം മാറും, പഴപ്പുകളുടെ ലൈനിലേക്ക് സാധനം പോകും. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസുകാർ ഇപ്പൊ ശരിക്കും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും. അയ്യോ, ഞങ്ങളൊരു മേജർ കണ്ടന്റ് പോയേ, ഞങ്ങൾ ഈ പഴപ്പ് കുറെ ഓടിച്ചതാണേ, ഇനി ഇത് ഓടിക്കാൻ ഈ സീസണിൽ കിട്ടില്ലല്ലോ. ഇനി അതാണോ തോന്നുന്നുണ്ട്. എവിടെയോ ബിൻസിനെ തിരിച്ചു കയറ്റും എന്നുള്ളൊരു സാധനമാണ്, ഈ തിരിച്ചു കയറാന്നുള്ളൊരു സാധനമൊക്കെയാണ് ആ ഇന്റർവ്യൂവിനകത്ത് ഹോപ്പ് കൊടുത്ത് വിട്ടിട്ടുള്ളത്. എൻ്റെ പൊന്ന് ബിൻസി, പറയാനുള്ളത് ഈ സാധനം വേണേ ക്ലിയർ ചെയ്തോ, ഇല്ലാന്നുണ്ടെങ്കിൽ പണി ഉണ്ടല്ലോ. പാലും വെള്ളത്തിൽ കിട്ടുന്ന ഐറ്റമാണ്. പുറത്തെന്താണെങ്കിലും പുറത്താണല്ലോ. ഈ സാധനം ക്ലിയർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ സീൻ ഇല്ല. അല്ലാതെ അകത്ത് കയറി കഴിഞ്ഞാണല്ലോ വേറെ എന്തെങ്കിലും സീനിക്ക് ഈ സംഗതികൾ ഈ ഷാനവാസൊക്കെ പറയുന്നതെന്നുള്ള ഡേഞ്ചറാണ് ഞാൻ പറയുന്നതേ. അപ്പൊ കുട്ട, ഒരു പ്ലേറ്റ് വേണോ അതോ 2 പ്ലേറ്റ് വെക്കണോ? അപ്പുമോൻ, അപ്പാനി ശരത്. എൻ്റെ മുന്നല്ലേ പറഞ്ഞത്, കുളിച്ചോണ്ട് വരുന്ന സമയത്താണ് പറഞ്ഞത്. അല്ല അപ്പാനി ഫുഡ് കഴിച്ചില്ല. അവൻ പ്ലേറ്റ് എടുക്കട്ടെ? എടുത്തോ. 1 പ്ലേറ്റ് എടുക്കണോ 2 പ്ലേറ്റ് എടുക്കണോ? എനിക്കറിയാം. ഞങ്ങളൊക്കെ ഇവിടെ ചോറാ തിന്നണത്. ഇവിടെ ഒന്നും കാണാതിരിക്കാൻ ഞങ്ങൾ വിചാരിച്ച് ഏത് അപ്പാനിയാണെങ്കിലും ഏത് കുപ്പാനിയാണെന്നുണ്ടെങ്കിലും നോക്കി കണ്ടും കളിച്ച അവന് കൊള്ളാം. ഗെയിമിന്റെ ഭാഗമോ സ്ട്രാറ്റജിയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടല്ല. ഇത് ഷാനവാസിന്റെ ഗെയിം, അല്ലാതൊന്നും പറയാല്ലേ. എനിക്കറിയാം, അല്ല അനക്കറിയൂലോ. ഇജറിയാത്തൊരു തന്നെ ഒന്നുമല്ലല്ലോ, അനക്കറിയും. ഷാനവാസിനത് പ്രത്യേകിച്ച് അറിയും. അത് വേറെ കാര്യം. അത് പോട്ടെ, ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫാണ്. അതായത്
ഒരു ഒന്നുമില്ല, ഒരു സിമ്പിൾ ഡയലോഗാണ്. ഷാനവാസ് കേട്ടൊരു ഡയലോഗാൻ പോലും. ഭക്ഷണം കഴിച്ചോ അപ്പാനി, അപ്പുമോൻ എന്നൊക്കെ ആക്കി, അപ്പാനി എന്നൊക്കെ ആക്കി. ഇനി അതാണോ വിളിച്ചെന്ന് ഞാൻ കേട്ടിട്ടും കണ്ടിട്ടില്ല ലൈവിൽ. ഇനി കണ്ടവരുണ്ടെങ്കിൽ പറയാം. ഷാനവാസ് കേട്ട വേർഷൻ ഷാനവാസ് ഇരുന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റ് വെച്ചാൽ മതിയോ അതോ 2 പ്ലേറ്റ് വെക്കണോ? എടീ ഞങ്ങളെ സീസണിൽ ഒരു പ്ലേറ്റ് നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് ആൾക്കാർ, മനസ്സിലായി. ഞാൻ വേറൊരാളെ പ്ലേറ്റിന് കൈ എണ്ണയിൽ ലേശം ഒരു മടിയുള്ള കൂട്ടത്തിലായിരുന്നു, മനസ്സിലായ. സീസൺ കയറുമ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ആരെ പ്ലേറ്റിലും കഴിയുള്ളൂ എന്നുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള സർവൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കും, മനസ്സിലായില്ലേ. അല്ലാതെ എല്ലാ ആണും പെണ്ണും മറ്റേതിനോ അല്ലെങ്കിൽ മറ്റേ മൈൻഡ് സെറ്റ് വെച്ചിട്ടാണോ ഒരു പ്ലേറ്റിൽ നിന്ന് തിന്നുക? എനിക്ക് ഏത് കാലഘട്ടത്തിലെ കൂലിയാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഷാനവാസിൻ്റെയൊക്കെ മൈൻഡ് സെറ്റ്. ഇതാ ഞാൻ പറഞ്ഞത്, കഴിച്ചിലായതാണ് അപ്പാനിയും ബിൻസിയൊക്കെ, കഴിച്ചിലായതാണ്. കാരണം ഈ സാധനം ബിൻസി അപ്പാനി ഉള്ളപ്പോഴാണ് ഇവൻ തുപ്പിയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതിനൊരു മാസീവ് ഓഡിയൻസും മാസീവായിട്ടുള്ള സാധനങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. നിന്റെ പ്രശ്നം നിങ്ങൾ അങ്ങനെ നിസ്സാരവൽക്കരിക്കൊന്നും വേണ്ട. ചിരിച്ചു കളിച്ചൊന്നും പറഞ്ഞ് നിസ്സാരവൽക്കരിക്കൊന്നും വേണ്ട. ഇവിടെ ഇരിക്കുന്നു, മടി കിടക്കുന്നു, ഇരിക്കുന്നു, കൈ പിടിക്കുന്നു, ഇതെല്ലാം ഏറ്റവും സെറ്റ് വാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു സംഗതി വന്നത് അപ്പുമോന്റെ നല്ലതിനാണ് വിചാരിച്ചത്. അപ്പുമോൻ രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞവനെ ഈ കാര്യം പറഞ്ഞോ. അതായത് അപ്പുമോൻ കഴിച്ചിലായി, കൂടെ കിടക്കണു, ഇരിക്കണു, വർത്താനം പറയണു, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള സാധനമൊക്കെയാണ് കേട്ടോ ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഒരു ഷോൻ്റെ ആൾക്കാർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ കറക്റ്റായിട്ട് ഈ ഒരു 2 ഫേസ്, അതായത് 2 ഡയമെൻഷൻ ബിഗ് ബോസിനെ കണ്ട ഒരാളാണ്. കഴിഞ്ഞ സീസൺ പുറത്തിരുന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അകത്ത് കയറുന്നത്. സോ പുറത്ത് നമ്മൾ പറഞ്ഞതും പുറത്ത് നമ്മൾ സംസാരിച്ച ഒരു ആസ്പെക്റ്റിലേ അല്ല അവിടെ കാര്യങ്ങൾ പോകണമെന്നുള്ളത് അകത്ത് പോയി എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും. അതുകൊണ്ട് എനിക്കിത് നിങ്ങളോട് പറയാം, ഇതിപ്പോൾ അകത്തിരുന്നുകൊണ്ട് ഒരാൾക്കത് കണ്ടന്റാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സംഗതി ഇപ്പോൾ അപ്പാനി പ്ലസ് ബിൻസി ഒരു കണ്ടന്റാക്കി മുന്നോട്ട് കൊണ്ടുപോകാം. അതിന് എന്ത് ആസ്പെക്റ്റും അവർക്ക് എന്ത് ഡയമെൻഷനും അവർക്ക് കൊണ്ടുപോയി വെക്കാം. കാരണം ഇവിടെ ഇപ്പോഴും ഒരു മെജോറിറ്റി ഓഡിയൻസ് ഇപ്പോഴും ഈ സദാചാരവും കുലവർത്താനവും ഒക്കെ എൻ്റർടൈൻ ചെയ്യുന്നതും അതിൻ്റെ മുകളിൽ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് സത്യം പറഞ്ഞാൽ ഷാനവാസിനും കണ്ടന്റ് മിസ്സായി, അനുമോക്കും കണ്ടന്റ് മിസ്സായി, അല്ലെങ്കിൽ രേണുസുതിക്കും കണ്ടന്റ് മിസ്സായി, വീട്ടിലുള്ള പലർക്കും കണ്ടന്റ് മിസ്സായി, ബിഗ് ബോസിനും ആ കണ്ടന്റ് മിസ്സായി എന്നുള്ള നഷ്ടബോധത്തിലിരിക്കുകയായിരിക്കും ഇപ്പോൾ. കാരണം ഇത് ഇങ്ങനെ ഈ 2 ആഴ്ച കൊണ്ട് ഈ ചെറിയൊരു സംഗതി ഇത്രയും ഡിസ്കഷൻ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഓടിക്കാനുള്ള ഒരു സംഗതിയാണല്ലോ അവർക്ക് മിസ്സാവുന്നത്. പക്ഷെ അവിടെയും ഞാൻ പറയുന്നത് എന്താ അറിയോ, അതെന്താണ് എന്നുള്ളതിനൊരു എക്സ്പ്ലനേഷൻ ഇനിയിപ്പോൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് ബിൻസിനോട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അത് വിട്, അത് വിഷയമുള്ള കേസൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഞാനൊന്ന് ആലോചിക്കുന്നത് എത്രത്തോളം ആളുകൾ ഈ ഷോയ്ക്ക് ഇൻവോൾവ് ആണെന്നുള്ളത്, എത്രത്തോളം ആളുകൾ ഈ ഷോയിലേക്ക് അങ്ങോട്ട് ഡൈഹാർട്ടായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ളത്. ശരിക്കും ഷോൻ്റെ വിജയം ഇവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ഇത്രയും ഹാർഡ് കോർ ഫാൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഭയങ്കര ഈസിയാണ്, മനസ്സിലായോ. മാനിപ്പുലേറ്റഡ് ആവും അവർ. അതാണ് ഇവിടുത്തെ വ്യൂവർഷിപ്പിൻ്റെ ഏറ്റവും വലിയ സ്കീം. എന്താണെങ്കിലും ബിൻസിയും അപ്പാനിയൊക്കെ ഇപ്പോൾ ഇവർ പറയുന്ന പോലെ ഞാനും പറയാണ്, രക്ഷപ്പെട്ടതാണ് മക്കളെ നിങ്ങളൊരു ഇഞ്ചിന് മിസ്സായിട്ടാണ്. എന്താണെങ്കിലും കഴിച്ചിലായി. ഇനിയിപ്പോൾ അടുത്തത് ആരിലേക്ക് എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ. കാരണം ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ, ഇത് കണ്ടുപിടിക്കാനുള്ള സ്കാനിങ് കണ്ണുകൾ അതിനകത്തുണ്ട്. ഈ സ്കാനിങ് കണ്ണ് വെച്ച് നടക്കണവരും ഒന്ന് ശ്രദ്ധിച്ചോ. പോയിരിക്കുമ്പോൾ നിങ്ങൾക്കെതിരെ ഈ സാധനങ്ങളൊക്കെ വരും. ചിലപ്പോൾ വേറെ ഒരാൾ സ്കാനർ വെച്ചിട്ട് പറയും, ആ ഷാനവാസ് ഗിസേലിലൊപ്പം ഇരിക്കണം ഫുൾ ടൈം, കണ്ടോ ഓനോ അങ്ങോട്ട് ഓള് ഡ്രസ്സ് എടുക്കുമ്പോൾ കാണാതിരിക്കാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഷാനവാസിനെതിരെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയും വരാമല്ലോ, നമ്മൾ പറയുമ്പോൾ നമുക്കെതിരെയും വരാമല്ലോ ഈ സംഗതി. അങ്ങനെയാവാം. അതായാലും കൊള്ള, ജസ്റ്റ് എസ്കേപ്പ് അങ്ങനെ പോയി കിട്ടി. അപ്പോൾ ഈ സീസണിലെ ഫസ്റ്റ് നാരോ എസ്കേപ്പ് ബിൻസി ആൻഡ് അപ്പാനി ശരത്.